ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 2025-2027 വർഷത്തെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പി.കെ. രാജീവൻ ഇന്ദീവരം, സെക്രട്ടറിയായി മഹേഷ് രാഘവൻ, വൈസ് പ്രസിഡന്റ് ഭുവനേന്ദ്രൻ ഉൾപ്പെടുന്ന 13 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 94 പേരാണ് ക്ഷേത്ര ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം നൽകിയത്. ക്ഷേത്രോപദേശക സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീകൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കവിത ജി നായർ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി. ക്ഷേത്ര കൊടിമര ചുവട്ടിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് 13 അംഗ ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. തുടർന്ന് നടന്ന യോഗത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായി പി.കെ. രാജൻ ഇന്ദീവരം, മഹേഷ് രാഘവൻ സെക്രട്ടറി, ഭുവനേന്ദ്രൻ വൈസ് പ്രസിഡന്റ്, വിജയകുമാർ, സുനീന്ദ്രൻ എൻ.എസ്., ബിനുകുമാർ, ഗോപകുമാർ, ആശാ ജി നായർ, ബാലകൃഷ്ണൻ ഇ.ടി., മണികണ്ഠൻ വി, ഗുണശേഖരൻ എം, സനീഷ് ജി.എസ്., ദേവദാസ് പി.വി. എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയിൽ നറുക്കെടുപ്പിലൂടെയാണ് ഉപദേശക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തതെങ്കിലും വനിതകൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ഇക്കുറി ഒരു വനിതയെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്തു. ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആശാ ജി നായരുടെ ഭർത്താവ് ഗോപകുമാറും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്തു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ നറുക്കെടുപ്പിലെ പ്രത്യേകതയായി. പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി.കെ. രാജീവൻ ഇന്ദീവരം ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. മുൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ക്ഷേത്രം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.